ഒരൊറ്റ രാത്രി കൊണ്ട് തന്റെ മകളുടെ ജീവിതം മാറി മറിയുന്നു. 4 പേർ ചേർന്ന് അവളെ ക്രൂരമായിട്ട് പിച്ചി ചീന്തുകയാണ്. തന്റെ മകളെ ദ്രോഹിച്ചവരോട് പ്രതികാരം വീട്ടുവാനായിട്ട് തീരുമാനിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ കഥ പറയുന്ന 2017 റിലീസായ മം എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായികയെ ദേവകിയെ കാണിക്കുന്നു. ദേവകി ഒരു സ്കൂൾ അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ പതിവ് പോലെ ക്ലാസ്സിലേക്കും എത്തുകയാണ്. ക്ലാസ് എടുക്കുന്ന സമയം അതേ ക്ലാസ്സിൽ തന്നെയുള്ള ആര്യ എന്ന പെൺകുട്ടി മോഹിത് എന്ന പയ്യനെ നോക്കി ദേഷ്യപ്പെടുകയാണ്. കാരണം ഈ മോഹിത് എന്തോ മോശമായിട്ടുള്ള വീഡിയോ ആര്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. ആര്യ അത് തന്റെ കൂട്ടുകാരിയും കാണിക്കുകയാണ്. എന്നാൽ ഇത് ദേവകി ശ്രദ്ധിക്കും. എന്താ ആര്യ, പലതവണ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന്? അതും പറഞ്ഞുകൊണ്ട് ദേവകി ആര്യയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുന്നു. അപ്പോൾ ദേ മോഹിത് അയച്ചിരിക്കുന്ന ആ ഒരു മോശമായ വീഡിയോ ദേവകി കാണുകയാണ്. അത് കണ്ട് ദേവകിക്ക് വല്ലാതെ ദേഷ്യം വരും. മോഹിത്തിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ് ദേവകി. മാഡം പ്ലീസ് മാഡം, ഇത്തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കെന്ന് മോഹിത് പറയുമ്പോഴും അതൊന്നും കേൾക്കാതെ ദേവകി ഫോൺ എടുത്ത് ജനലിലൂടെ പുറത്തേക്ക് എറിയുന്നു. നിന്റെ അച്ഛനെയും അമ്മയും എന്നെ വന്നൊന്ന് കാണാൻ പറയണം എന്നുള്ള കാര്യം കൂടി ദേവകി പറയുകയാണ്. അതോടെ മോഹിത്തിന് ദേവകിയോട് വല്ലാതെ ദേഷ്യമാകുന്നു. സ്കൂളിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ദേവകി വീട്ടിലേക്ക് എത്തുന്നു. ദേവകിയുടെ വീട്ടില് ഭർത്താവും 2 പെൺമക്കളുമാണുള്ളത്. അവർ ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം ദേവകി തന്റെ ഇളയ മകളോട് എവിടെ നിന്റെ ചേച്ചി എന്ന് ചോദിക്കുന്നു. ചേച്ചി ദേ ഇപ്പോൾ വരുമെന്ന് ഇളയ മകൾ പറയുന്നു. അപ്പോൾ ദേ ആ പെൺകുട്ടി ഇറങ്ങി വരികയാണ്. അത് മറ്റാരുമല്ല, ആര്യ തന്നെയായിരുന്നു. ആര്യയും ദേവകിയും അമ്മയും മകളുമാണെങ്കിലും ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്. ദേവകിയോട് ആര്യ അങ്ങനെ മിണ്ടാറേയില്ല. അത് ദേവകിക്കും അറിയാം, ദേവകിയുടെ ഭർത്താവിനും അറിയാം. ആര്യ വന്നിരിക്കുന്ന സമയത്ത് ദേവകി ചോദിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും വെക്കേഷൻ എവിടെയെങ്കിലും പോകണ്ടേ, സ്ഥലമൊക്കെ കണ്ടുപിടിക്കണ്ടേ എന്ന് ദേവകി ചോദിക്കുമ്പോൾ സ്ഥലം ഞാൻ പറയാമെന്ന് ആര്യ തന്റെ അച്ഛനോട് പറയുന്നു. എന്നിട്ട് ആര്യ പറയുന്നത് കാശ്മീർ ആയിരുന്നു. അതേസമയം ആര്യ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സൺഡേ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു പാർട്ടിക്ക് പോവുകയാണ്. എനിക്കും ആ പാർട്ടിക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് ആര്യ അച്ഛനോട് പറയുമ്പോൾ സൺഡേ ഏത് ദിവസമാ? വാലന്റൈൻസ് ഡേ അല്ലേ? ആ പാർട്ടിക്ക് പോകുന്നത് എന്തിനാ? എത്ര മണിക്കാ പാർട്ടി? ആരൊക്കെയുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ദേവകി ചോദിക്കുന്നു. എന്നാൽ അത് കേട്ട് ആര്യയ്ക്ക് ദേഷ്യം വരികയാണ്. മാഡം, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അച്ഛന്റെ ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആര്യ പറയുന്നു. അത് കേൾക്കുന്നതും അച്ഛൻ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ആര്യ ഫുഡ് കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ദേവകിക്കും ആകെ സങ്കടം. ഫുഡ് കഴിക്കാതെ തന്റെ മകൾ കിടക്കുന്നത് കണ്ട് ദേവകി ഫുഡുമായിട്ട് അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ നിന്നോട് പോകാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കാതെ കിടക്കണ്ട, ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് ഉറങ്ങണമെന്നും ദേവകി ആര്യയോട് പറയുന്നു. ദേവകി പുറത്തു പോയതും ആര്യ ഫുഡ് കഴിക്കുവാനായും ആരംഭിച്ചു. അടുത്ത ദിവസം ദേവകിയുടെ ഭർത്താവായ ആനന്ദ് ഒരു ബിസിനസ് ട്രിപ്പ് പോവുകയാണ്. പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ദേവകി റെഡിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ആര്യ ഇറങ്ങി വരികയാണ്. ഇന്നലെ രാത്രി ഞാൻ മാഡത്തിനോട് അങ്ങനെ സംസാരിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള കാര്യം ആര്യ ആനന്ദിനോട് പറയുമ്പോഴോ, നീ എന്തിനാ മാഡം എന്ന് വിളിക്കുന്നത്? അത് നിന്റെ അമ്മയാണെന്നും ആനന്ദ് പറയുന്നു. എന്റെ അമ്മയോ? എന്റെ അമ്മ മരിച്ചു പോയില്ലേ, പിന്നെ എനിക്കെങ്ങനെയാ വേറെ അമ്മയുണ്ടാകുന്നത് എന്നൊക്കെ ആര്യ പറയുന്നു. അപ്പോഴാണ് ദേവകി ആര്യയുടെ രണ്ടാനമ്മയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നതും. ആര്യ ഇനി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ആനന്ദിന് അറിയാമായിരുന്നു. അങ്ങനെ ആനന്ദ് ട്രിപ്പിനായും പോവുകയാണ്. അടുത്ത ദിവസം വീട്ടിലേക്ക് 2 ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നു. അവര് ദേവകി വീട്ടിനകത്തേക്ക് സ്വീകരിക്കുക. ദേവകിയോട് അവർ പറയുന്നത്, മാം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. മാം ആണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ 2 പേരും ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിൽ മാമിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. മാം വരണമെന്ന് പറഞ്ഞിട്ടാണ് അവർ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. ആര്യയെ കാണുന്ന 2 പേരും ഇത് മാഡത്തിന്റെ മകളാണോ, എന്ത് സുന്ദരിയാന്ന് പറഞ്ഞിട്ട് പോകുന്നു. ദേവകിക്കും ഒരുപാട് സന്തോഷമായി. അവർ കൊണ്ടുവന്ന സ്വീറ്റ്സ് ആര്യയ്ക്കായിട്ട് ദേവകി കൊണ്ടുവരുന്ന സമയത്ത്, മാം എന്നെ കുറിച്ച് വരുന്നവരോടൊന്നും പറയരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആര്യ എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴെല്ലാം ദേവകിയുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശനിയാഴ്ച ദിവസം പാർട്ടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളർ ഡ്രസ്സും ഇട്ട് ആര്യ ഇറങ്ങി വരുന്നു. ആ ഡ്രസ്സിൽ ആര്യ അതീവ സുന്ദരിയായിരുന്നു. ആര്യയെ കൂട്ടുകൊണ്ടു പോകുവാൻ വേണ്ടിയിട്ട് ആര്യയുടെ കൂട്ടുകാരികളും എത്തിയിട്ടുണ്ട്. ആര്യയെ കാണുന്ന ദേവകി, ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ടെന്നൊക്കെ പറയുമ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് ആര്യ പോകുവാനായി ഇറങ്ങുന്നത്. മൊബൈൽ ചാർജൊക്കെ ചെയ്തോ? ചാർജ് ഉണ്ടല്ലോ, വിളിച്ചാൽ കിട്ടുമല്ലോ എന്നൊക്കെ ആര്യയോട് ദേവകി ചോദിക്കുന്നു. ആഹാ, എപ്പോഴും ഇതൊന്നും ചോദിക്കണ്ട എന്ന് ദേഷ്യപ്പെട്ടിട്ടാണ് ആര്യ ഇറങ്ങിപ്പോകുന്നതും. അങ്ങനെ ആര്യ പാർട്ടിയിലേക്കും എത്തുകയാണ്. എന്നാൽ അവിടെ മോഹിത്തും മോഹിത്തിന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. മോഹിത്ത് ആര്യയെ തന്നെ നോക്കിയിരിക്കുന്നത് മോഹിത്തിന്റെ കൂടെയുള്ളവർ കാണുന്നു.
ചോദിക്കുന്നു. എന്താടാ നീ അവളെ തന്നെ നോക്കിയിരിക്കുന്നത്? നീ പോയി അവളോട് മിണ്ടെന്നൊക്കെ കൂട്ടുകാർ പറയുന്നു. ഇവരെല്ലാവരും ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ചിട്ടിരിക്കുന്നവരാണ്. അങ്ങനെ മോഹിത് ആര്യയുടെ അടുത്ത് സംസാരിക്കുവാനായും എത്തുന്നു. ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് മോഹിത് പറയുമ്പോൾ, നീ ഇവിടെ നിന്ന് പോയി, നിന്നോട് സംസാരിക്കുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നും ആര്യ പറയുന്നു. അത് കേട്ട് ദേഷ്യപ്പെട്ടാണ് മോഹിത് അവിടേക്ക് വന്നിരിക്കുന്നത്. അത് കാണുന്ന മോഹിത്തിന്റെ കൂടെയുള്ള ചെറുക്കനാണെങ്കിലോ, എന്താടാ എന്ത് പറ്റി? അവൾ എന്താ പറഞ്ഞ് നിന്നെ അപമാനിച്ചോ? ദേ നോക്ക്, എന്നോടിപ്പോൾ അവൾ എങ്ങനെ പെരുമാറുന്നെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു ഡ്രിങ്ക്സിലാണെങ്കിലോ ചെറുതായിട്ടൊന്ന് ലഹരി പദാർത്ഥം കലക്കിയിട്ട് ആര്യക്കടുത്തേക്ക് പോകുന്നു. ഹായ്, നിന്റെ കണ്ണ് കാണാൻ ബ്യൂട്ടിഫുൾ ആണ്, ചുണ്ട് കാണാൻ ബ്യൂട്ടിഫുൾ ആണ്, ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളോട് മിണ്ടുവാനായിട്ട് ശ്രമിക്കുന്നു. ആര്യയും അവനോട് തിരിച്ച് മിണ്ടുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രിങ്ക്സ് കുടിക്കുവാനായി കൊടുക്കുന്ന സമയത്തോ വേണ്ട എന്നവൾ പറയുന്നു. എന്നാൽ അതേസമയം ആര്യയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി ആ ഒരു ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ പയ്യനെ അപമാനിക്കും വിധം ആര്യ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ദേഷ്യപ്പെട്ട് മോഹിത്തിനടുത്തേക്ക് തിരികെ വരുന്നു. എന്താടാ എന്ത് പറ്റി? നിന്നെയും അവൾ അപമാനിച്ചില്ലേ? അവൾ അങ്ങനെ തന്നെയാണെന്നൊക്കെ മോഹിത് പറയുകയാണ്. അത് കേട്ടതും അവർക്കൊക്കെ വല്ലാതെ ദേഷ്യമാകുന്നു. കൂടാതെ ഇവരുടെ ഒരു തല എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളും അവിടേക്ക് വരികയാണ്. ഇവരെല്ലാവരും ആര്യ ഒന്ന് സ്കെച്ചിട്ടത് പോലെയാണ്. ഒരുപാട് ലേറ്റായി പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ആര്യയുടെ കൂട്ടുകാരിയാണെങ്കിൽ ആ ഒരു ഡ്രിങ്ക്സ് കുടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ ബോധം പോകുന്ന അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ആര്യയ്ക്ക് തന്റെ അമ്മയുടെ കോള് വരുന്നു. എവിടെ എത്തി, എത്ര മണിക്ക് ഇറങ്ങും എന്നുള്ള കാര്യമൊക്കെ ദേവകി ചോദിക്കുമ്പോൾ, ഞാൻ ഇറങ്ങുവാനായി പോവുകയാണ്, ഒരു ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തുമെന്നും ആര്യ ദേവകിയോട് പറയുന്നു. അങ്ങനെ ആര്യയാണെങ്കിലോ ടാക്സി വെയിറ്റ് ചെയ്ത് പുറത്തു നിൽക്കുന്ന സമയം, എന്നാൽ അവിടേക്ക് മോഹിത്തും അവന്റെ കൂട്ടുകാരും വന്ന് ആര്യ അവിടെ നിന്നും ബലമായി പിടിച്ച് വണ്ടിയിലേക്ക് ഇടുവാനായും നോക്കുന്നു. പക്ഷെ അവൾ വല്ലാതെ ബഹളം വെക്കുന്നത് കണ്ട് അവിടേക്ക് ഒരു സെക്യൂരിറ്റി ഓടി വരികയാണ്. സെക്യൂരിറ്റി അവളെ രക്ഷിക്കുമെന്ന് കരുതി, പക്ഷേ ഇല്ല. സെക്യൂരിറ്റി അവർക്കൊപ്പം അവളെ കാറിലെടുത്തിട്ടിട്ട് അവർക്കൊപ്പം കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കാറിലുണ്ടായിരുന്നവരെല്ലാവരും ചേർന്ന് ആര്യ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവൾ മരിച്ചുവെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ഒരു ഓടയിലേക്ക് എടുത്ത് എറിഞ്ഞിട്ടാണ് കാർ പോകുന്നത്. എന്നാൽ അതേസമയം ആര്യയെ കാണാത്തത് കൊണ്ട് തന്നെ ആര്യ തിരക്കി പബ്ബിലേക്ക് എത്തുകയാണ് ദേവകി. പബ്ബിൽ അവളെ മുഴുവൻ അന്വേഷിക്കുന്നു. എന്നാൽ ആര്യയുടെ കൂട്ടുകാരിയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്നതാണ് ദേവകി കണ്ടത്. ആര്യ ഇവിടെ നിന്ന് പോയല്ലോ എന്ന് ബാക്കിയുള്ള പിള്ളേരൊക്കെ പറയുന്നു. അത് കേട്ട് ദേവകിക്ക് വല്ലാതെ ടെൻഷനാകുന്നു. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നതേയില്ല. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റും കൊടുക്കുകയാണ്. എന്നാൽ പറയുന്നത് വാലന്റൈൻസ് ഡേ അല്ലേ, ഏതെങ്കിലും കാമുകനൊപ്പം പോയി കാണുമെന്നാണ് പോലീസുകാരുടെ മറുപടി. എന്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ദേവകി പറയുകയാണ്. ദേവകി സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ദേവകിക്ക് അടുത്തേക്ക് ഒരു ഡിറ്റക്റ്റീവ് വരുന്നു. എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡും കൊടുക്കുകയാണ്. ദേവകി ഒന്നും മിണ്ടാതെ അതും വാങ്ങിക്കൊണ്ടു പോകുന്നു. ദേവകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അവൾ വീട്ടിലേക്ക് എത്തുകയാണ്. തന്റെ ഹസ്ബൻഡിനെയും വിളിച്ച് വിവരം അറിയിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്റെ ഡോഗുമായിട്ട് ജോഗിങ്ങിന് പോകുവാനായി ഇറങ്ങുകയായിരുന്നു ഒരാൾ. എന്നാൽ എന്നത്തെയും പോലെ അല്ലാതെ ഡോഗ് വല്ലാതെ ശബ്ദമുണ്ടാക്കുകയും ഓടയ്ക്കടുത്തേക്ക് അയാളെ വലിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു. നോക്കുമ്പോൾ കാണുന്നത് ഒരു പെൺകുട്ടി ഓടയ്ക്കുള്ളിൽ കിടക്കുന്നതാണ്. ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ ആര്യയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്. ഈ ഒരു വിവരമറിഞ്ഞ് ദേവകി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ആര്യയുടെ അവസ്ഥ കണ്ട് ദേവകി ആകെ തകർന്നു പോയിരിക്കുകയാണ്. ക്രൂരമായിട്ട് ഉപദ്രവിച്ച നിലയിലായിരുന്നു ആര്യ ഉണ്ടായിരിക്കുന്നത്. കഷ്ടപ്പെട്ടാണ് അവളുടെ ജീവൻ തിരിച്ചു പിടിച്ചത് എന്നൊക്കെയുള്ള കാര്യം ഡോക്ടർ പറയുന്നു. മാത്രവുമല്ല ആര്യ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവളുടെ ശരീരം മുഴുവനായിട്ടും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് കുറെ നാളത്തേക്ക് അനങ്ങാൻ പോലും കഴിയില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. അത് കേട്ടതും ദേവകി പൊട്ടിക്കരയുകയാണ്. ദേവകിയുടെ കരച്ചിൽ കണ്ട് നമുക്ക് പോലും കരച്ചിൽ വരും. രണ്ടാനമ്മയായിരുന്നിട്ട് പോലും തന്റെ സ്വന്തം മകൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയായിരിക്കുമോ ഒരമ്മയുടെ പ്രതികരണം? അതുപോലെ തന്നെയായിരുന്നു ദേവകിയുടെയും. സത്യത്തിൽ ദേവകി ആനന്ദിനെ വിവാഹം കഴിച്ച അന്നു മുതൽ ആര്യയെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. അങ്ങനെ വിവരമറിഞ്ഞ് ആനന്ദും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. തന്റെ മകളുടെ അവസ്ഥ കണ്ട് ആനന്ദ് ആകെ തകർന്നു പോവുകയാണ്. ആനന്ദിനെ കണ്ടതും ആര്യ പൊട്ടിക്കരയുവാനായും തുടങ്ങി. ആരാ ഇങ്ങനെ ചെയ്തതെന്ന് ദേവകിയും ആനന്ദും മാറി മാറി ചോദിക്കുന്നു. എന്നാൽ ആര്യ പറയുന്നത്, അവന്മാർ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇപ്പോൾ നിന്റെ അമ്മയെ വിളിയടി എന്നാണ്. ഞാൻ എവിടെ പോയാ എന്റെ അമ്മയെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞ് ആര്യ പൊട്ടിക്കരയുന്നു. അതോടുകൂടി ആര്യയോട് ഇങ്ങനെ പെരുമാറിയത് ആരാണെന്നുള്ള കാര്യം ദേവകിക്ക് മനസ്സിലായി. അങ്ങനെ പ്രതികളെ എല്ലാവരെയും ആര്യ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവരെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. കോടതിയിലേക്കും കൊണ്ടുവരുന്നു. കേസ് നടക്കുന്ന സമയത്ത് ആര്യ വീഡിയോ കോളിലാണ് വരുന്നത്. ആര്യ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തുറന്നു പറയും. എന്നാൽ കോടതിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ 36 ദിവസം കേസ് അന്വേഷിക്കുവാനായിട്ടും പോലീസുകാരോട് ആവശ്യപ്പെടുന്നു. എന്നാൽ പോലീസുകാർ കേസ് അന്വേഷിച്ചിട്ടും
ഒരു തരത്തിലുള്ള എവിഡൻസും കിട്ടിയതേയില്ല. അങ്ങനെ 36ാമത്തെ ദിവസം വീണ്ടും കോടതിയിലേക്ക് കേസെത്തുകയാണ്. കൃത്യമായ തെളിവുകളുടെ അഭാവത്താൽ ആ പയ്യന്മാരെ വെറുതെ വിടുകയാണ്. അതറിയുന്ന ആനന്ദ് കോടതിയിൽ കിടന്ന് വല്ലാതെ ബഹളം വയ്ക്കുന്നു. അവന്മാരെയൊക്കെ തല്ലുവാനായിട്ടും പോവുകയാണ്. കാരണം അവന്മാര് കാശെറിഞ്ഞ് നല്ല രീതിക്ക് ഒരു വലിയ വക്കീലിനെ തന്നെയാണ് വെച്ചത്. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത് ആ വക്കീൽ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഫോറൻസിക് പരിശോധനയുടെ ഫലം പോലും അവർ തിരുത്തിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് ജയിച്ചിരിക്കുന്നതും. ആനന്ദ് അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് ജഡ്ജിക്ക് അത്ര ഇഷ്ടമായതേയില്ല. അതുകൊണ്ട് തന്നെ ആനന്ദിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടും ജഡ്ജി ആവശ്യപ്പെടുന്നു. പുറത്തേക്ക് ആനന്ദിനെ പോലീസ് കൊണ്ടുവരുന്നത് കാണുന്ന ദേവകി എന്താ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. നമ്മുടെ മകളെ റേപ്പ് ചെയ്തവരെ ഒന്ന് തല്ലാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ള കാര്യം അച്ഛൻ പറയുന്നു. നിയമത്തെ വിശ്വസിക്കരുത് എന്നൊക്കെ തന്നെയാണ് ദേവകിയോട് ആനന്ദ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതെല്ലാം കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ദേവകി. ദേവകിക്കടുത്തേക്ക് എത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങൾക്കും ഒരുപാട് സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കിതൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദേവകിയുടെ മറുപടി സ്വന്തം മകളെ റേപ്പ് ചെയ്തവനെ ഒന്ന് തല്ലാൻ പോലുമുള്ള അധികാരം അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ല അല്ലേ? നിങ്ങളുടെ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ദേവകി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ദേവകി സ്റ്റേഷനിലേക്ക് എത്തി ആനന്ദിനെ പുറത്തിറക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആര്യ റൂമിൽ കയറി കതകടച്ചിരിക്കുകയാണ്. എത്ര തന്നെ വിളിച്ചിട്ടും ആര്യ കതക് തുറക്കുന്നതേയില്ല. ഒടുവിൽ ആനന്ദ് വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ കയ്യിലൊരു കത്തിയുമായിട്ടിരിക്കുന്ന ആര്യയാണ് കാണുന്നത്. മാത്രവുമല്ല ആര്യ വല്ലാതെ കരയുകയാണ്. എന്നാൽ ദേവകി അടുത്തേക്ക് വരുമ്പോഴോ അവൾ അലറി കരയുകയാണ് ചെയ്യുന്നത്. അതോട് ദേവകി ആകെ തകർന്നു പോകുന്നു. ദേവകി മാറി നിന്ന് അതെല്ലാം കണ്ട് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം ദേവകി തന്റെ മകളെ സ്കൂളിൽ കൊണ്ടാക്കുവാനായിട്ടും പോകുന്നു. എന്നാൽ അവിടെ വെച്ച് മോഹിത്തിനെ കാണുകയാണ്. മോഹിത് പഴയതുപോലെ തന്നെ സ്കൂളിലേക്ക് പഠിക്കുവാനായും എത്തിയിരിക്കുന്നു. അത് കണ്ട് ദേവകി ആകെ ഞെട്ടിപ്പോവുകയാണ്. ഉടനെ തന്നെ പ്രിൻസിപ്പാളിന്റെ അടുത്തെത്തി മോഹിത്തിനെ സാർ എന്തിനാ സ്കൂളിൽ വീണ്ടും പഠിക്കാൻ അനുവദിച്ചത് എന്ന് ദേവകി ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ, അവനെതിരെ ഒരു തെളിവും കണ്ടെത്താനായി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ, അവനെ സ്കൂളിൽ പഠിപ്പിക്കുവാനായിട്ട് അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മേൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഞാനതെല്ലാം ഫേസ് ചെയ്യേണ്ട എന്നുള്ള കാര്യമൊക്കെ പ്രിൻസിപ്പാൾ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ദേവകി ഇനി നാളെ മുതൽ ഞാൻ ഈ സ്കൂളിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് ദേവകിക്കടുത്തേക്ക് മോഹിത് വരുന്നുണ്ട്. ഒരു വില്ലനെ പോലെ അവളെ കളിയാക്കും വിധമാണ് മോഹിത് സംസാരിക്കുന്നത്. അത് കേട്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ദേവകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ദേവകി സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മോഹിത് ബൈക്കിൽ പോകുവാനായി റെഡിയാകുന്നു. ദേവകി അവനെ ഫോളോ ചെയ്യണമെന്നും തീരുമാനിക്കും. അങ്ങനെ മോഹിത് പോകുന്ന സമയത്ത് ദേവകി അവനെ കാറ് കൊണ്ടിടിച്ച് കൊലപ്പെടുത്താനുള്ള ദേഷ്യത്തിൽ അവന് പിന്നാലെ പോവുകയാണ്. എന്നാൽ ഇടയിൽ വെച്ച് ഒരു ലോറി ഇടയ്ക്ക് വന്ന് കയറുന്നത് കൊണ്ട് തന്നെ ദേവകി ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ദേവകി ഇങ്ങനെ വീട്ടിലേക്കും എത്തുന്നു. എന്താ പറ്റിയതെന്ന് ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദേവകി അകത്തേക്കും കയറി പോകുന്നു. ദേവകി വല്ലാത്ത സങ്കടത്തിലാണ്. മാത്രമല്ല അവൾ കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ബാഗിൽ നിന്നും ആ ഒരു ഡിറ്റക്റ്റീവിന്റെ വിസിറ്റിംഗ് കാർഡ് കിട്ടുന്നത്. ഉടനെ തന്നെ ദേവകി ഡിറ്റക്റ്റീവിനെ കാണുവാനായിട്ടും എത്തുന്നു. ദേവകിയെ കാണുന്ന ഡിറ്റക്റ്റീവ് നിങ്ങൾ ഇവിടെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിങ്ങളുടെ മകളുടെ കേസ് ഫയൽ ഞാൻ വായിച്ചു നോക്കി. അതിൽ നിന്നും അവർ ചെയ്തത് ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണ്. അവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ യോഗ്യരയല്ല എന്നുള്ള കാര്യം ഡിറ്റക്റ്റീവ് പറയുന്നു. എനിക്കും ഇതേ പ്രായത്തിൽ ഒരു മകളാണുള്ളത് എന്നും കൊണ്ട് ഡിറ്റക്റ്റീവ് പറയുകയാണ്. മാത്രമല്ല ദേവകിയെ സഹായിക്കുവാനായിട്ടും താൻ തയ്യാറാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ ദേവകിയും അയാളും ചേർന്ന് പ്ലാൻ ഇടുകയാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുന്നതൊന്നും ആരും അറിയരുത്. മാത്രമല്ല എന്നെ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരികയും ചെയ്യരുത്. അങ്ങനെ ദേവകി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം മുതൽ ഡിറ്റക്റ്റീവ് ആ ഒരു സെക്യൂരിറ്റിയാണ് നിരീക്ഷിക്കുന്നത്. അയാൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നിരീക്ഷിക്കുന്നു. അതേസമയം ദേവകി വന്നിരിക്കുന്നത് ആ 2 ട്രാൻസ്ജെൻഡേഴ്സിലെ അവരടുത്തേക്കാണ്. തനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവകി എത്തുന്നത്. അന്നേ ദിവസം വൈകുന്നേരം ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഒരു മദ്യഷാപ്പിലിരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഈ ഒരു 2 ട്രാൻസ്ജെൻഡേഴ്സും സുന്ദരികളായ സ്ത്രീകളെ പോലെ ഒരുങ്ങി അടിപൊളിയായിട്ട് അവിടെ വന്ന് നിൽക്കുന്നു. അത് കാണുന്ന സെക്യൂരിറ്റി ഇന്ന് കോളാണല്ലോ എന്ന് ചിന്തിച്ച് അവർക്കൊപ്പം പോവുകയാണ്. ഒരു ഓട്ടോയിലേക്കും വന്ന് കയറുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി
3 ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഈ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഒരു സ്ഥലത്ത് ബോധമില്ലാതെ കിടക്കുന്നു. ബോധം വരുന്ന സമയത്ത് അയാൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുകയാണ്. "നിങ്ങൾ എവിടെയായിരുന്നു 3 ദിവസം? നിങ്ങളെ അന്വേഷിച്ച് ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്" എന്നുള്ള കാര്യമൊക്കെ ഭാര്യ പറയുന്നുണ്ട്. എന്നാൽ ഭാര്യയോട് ദേഷ്യപ്പെട്ട് സെക്യൂരിറ്റി ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂമിൽ ചെന്ന് മൂത്രമൊഴിക്കുവാനായി നോക്കുന്ന സമയത്താണ് ആ ഒരു സാധനം അവിടെ ഇല്ല എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. അതോടെ അയാൾ അലറിക്കരയുകയും തന്റെ കൈകൊണ്ട് കണ്ണാടിയൊക്കെ ഇടിച്ചു പൊട്ടിക്കുന്നു. അതേസമയം കാൽവഴുതി തറയിൽ വന്ന് വീഴുന്നത് കൊണ്ട് തന്നെ തലയിടിച്ച് അയാൾ മരണപ്പെട്ടു പോകുന്നു. അയാളുടെ മരണവാർത്ത ന്യൂസിലേക്ക് വരികയാണ്. അത് കാണുന്ന ആര്യയ്ക്ക് ഒരുപാട് സന്തോഷമാകും. മാത്രമല്ല പോലീസുകാരാണെങ്കിൽ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്റെ സംശയം ആനന്ദിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദിനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അയാൾ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടന്നില്ല. ആര് ചെയ്തതായാലും അത് നന്നായി എന്നാണ് ആനന്ദ് പറയുന്നത്. "നിങ്ങളല്ലേ അത് ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ ഞാനോ? ഞാൻ അയാളെ കൊന്നിട്ട് ജയിലിൽ പോകാനോ? അങ്ങനെയുള്ള മണ്ടത്തരം ഞാൻ ചെയ്യില്ല" എന്നാണ് ആനന്ദ് പറയുന്നതും. എന്നാൽ ആനന്ദ് പോയി കഴിയുന്നതും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആനന്ദിനെ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആനന്ദ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസുകാർ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അതേസമയം ഡിറ്റക്റ്റീവും ദേവകിയും എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അപരിചിതരെ പോലെയാണ് അവർ നിൽക്കുന്നതും. പക്ഷെ അവിടെ വെച്ച് ആരും അറിയാതെ ദേവകിയും ഡിറ്റക്റ്റീവും ഒരു പെൻഡ്രൈവ് കൈമാറുന്നു. അതിൽ അടുത്തതായിട്ട് നമ്മൾ ആരെയാണ് കൊല്ലേണ്ടത് എന്നുള്ള ആളിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ഡിറ്റക്റ്റീവ് ദേവകിക്ക് കൈമാറിയതും. ദേവകിയാണെങ്കിലോ അത് തന്റെ ലാപ്ടോപ്പിൽ കൊണ്ടുവന്നിട്ട് നോക്കുന്ന സമയത്ത് ദേവകി ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പയ്യൻ ആരെന്നാൽ മോഹിത് പറഞ്ഞിട്ട് അന്ന് ആര്യയോട് സംസാരിക്കുവാനായിട്ട് ഒരു പയ്യൻ പോയില്ലേ, അത് മോഹിത്തിന്റെ സഹോദരനാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനല്ല, കസിൻ ബ്രദർ. അവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും കറങ്ങിയടിച്ചാ നടക്കുന്നത്. മാത്രവുമല്ല ജിമ്മിലൊക്കെ പോയി നടക്കുന്ന പയ്യനാ. ജിം എന്ന് വെച്ചാൽ അവന് ഭ്രാന്താണ്. പ്രോട്ടീൻ പൗഡറൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്. ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ദേവകിക്ക് ആപ്പിൾ കഴിക്കുന്ന സമയത്ത് ഒരു ഐഡിയ തോന്നുന്നു. അങ്ങനെ ദേവകിയാണെങ്കിൽ ഒരുപാട് ആപ്പിളുകൾ എടുത്ത് കട്ട് ചെയ്ത് അതിന്റെ കുരുവെല്ലാം ശേഖരിച്ച് മിക്സിയിലിട്ടടിച്ച് ഒരു പൗഡറാക്കി എടുത്ത് തന്റെ ബാഗിൽ വെച്ച് പോകുവാനായി ഇറങ്ങുന്നു. രാത്രി എവിടേക്കാ പോകുന്നതെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ദേവകി അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ദേവകി ഇറങ്ങി പോകുന്ന സമയമെല്ലാം ആനന്ദിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആനന്ദിനെ കുറിച്ച് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, "സാറേ, അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അയാൾ നല്ല വ്യക്തിയാ. അയാളാണെങ്കിൽ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഓഫീസിൽ പോകുന്നു, തിരികെ വീട്. ഇതല്ലാതെ വേറൊന്നുമില്ല" എന്ന് പോലീസുകാരനോട് പറയുമ്പോഴോ അവന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ വിളിച്ചത്, അല്ലാതെ അവനെ കുറിച്ച് അന്വേഷിക്കാനാണെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞാണ് കോള് കട്ട് ചെയ്യുന്നത്. ഇതേ സമയം ദേവകി അവിടെ നിന്ന് പോയത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദേവകി നേരെ എത്തിയിരിക്കുന്നത് ആ ഒരു പയ്യന്റെ വീട്ടിലേക്കാണ്. തന്റെ വീടാണിത്. താക്കോല് കളഞ്ഞുപോയി, എങ്ങനെയെങ്കിലും വാതിൽ തുറക്കണമെന്ന് ഒരാളിനോട് പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അയാളാണെങ്കിലോ ദേവകി പറഞ്ഞത് വിശ്വസിച്ച് വാതിൽ തുറന്നു കൊടുക്കുന്നു. ദേവകിയോട് ഡിറ്റക്റ്റീവ് പറഞ്ഞിരുന്നു, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് CC ക്യാമറ ഓഫ് ചെയ്യണം. രണ്ടാമത് ദേവകി അവിടെ വരുന്ന ഫുട്ടേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം എന്നതായിരുന്നു. ദേവകി അത് കൃത്യമായി ചെയ്തു. അതിനുശേഷം ദേവകി നേരെ എത്തുന്നത് ആ പയ്യൻ കഴിക്കാറുള്ള പ്രോട്ടീൻ പൗഡറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് തന്റെ കൈവശമുണ്ടായിരുന്ന ആപ്പിൾ സീഡ്സിന്റെ ആ ഒരു പൗഡറിലെ അതെടുത്ത് പ്രോട്ടീൻ പൗഡറിൽ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അവൾ ആരും അറിയാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ തന്റെ വീട്ടിലേക്ക് എത്തിയ ആ പയ്യനാണെങ്കിലോ പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്ത് കഴിക്കുവാനായിട്ടും തുടങ്ങി. അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞതും അവൻ കുഴഞ്ഞു വീഴുകയാണ്. അത് കാണുന്ന ആ വീട്ടിലെ ജോലിക്കാരനാണെങ്കിൽ ഉടനെ ഓടി വരികയും മോഹിതിന് വിവരം അറിയിക്കുകയും ചെയ്തു. മോഹിത് വന്ന് നോക്കുമ്പോഴോ അവൻ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അവനെ ഹോസ്പിറ്റലിലും കൊണ്ടുവന്ന് അഡ്മിറ്റ് ആകുന്നു. ഒരു വശം മുഴുവൻ തളർന്നു പോയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടറിനോട് അന്വേഷിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് അമിതമായിട്ട് ആപ്പിളിന്റെ വിത്ത് അകത്തേക്ക് ചെന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. ആപ്പിളിന്റെ വിത്ത് കഴിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുമോ എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിക്കുമ്പോൾ ഒന്നോ രണ്ടോ വിത്ത് കഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 10 ഗ്രാമിൽ കൂടുതൽ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആള് കോമ സ്റ്റേജിലാകാൻ വരെ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. അത് കേട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഒരു കാര്യം മനസ്സിലായി. ആരോ കരുതി കൂട്ടിക്കൊണ്ടാണ് ഇവനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന്. അതേസമയം ദേവകി നേരെ പോകുന്നത് മോഹിത്തിന്റെ ഫ്ളാറ്റിലേക്കാണ്.
മോഹിത് വീട്ടിൽ നിന്ന് പോയി എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഫ്ളാറ്റിലേക്ക് പോകുന്നതും. ആരാ മേഡം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഫ്ളാറ്റിലെ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്ന സമയത്ത്, അതോ ഞാൻ മറ്റൊരാളെ കാണാനാണ് വന്നതെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ദേവകി മുകളിലേക്ക് കയറി പോകുന്നത്. ദേവകി ഫ്ളാറ്റിന്റെ ചാവിയൊക്കെ ഒപ്പിച്ചിരുന്നു. എന്നിട്ട് ആരും അറിയാതെ ഫ്ളാറ്റിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് തന്റെ കൈവശമുണ്ടായിരുന്ന ആപ്പിൾ എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ട് ഫ്ളാറ്റിന് ചെറുതായിട്ടൊന്ന് തീപിടുത്തവും ഉണ്ടാക്കിയിട്ടാണ് ദേവകി അവിടെ നിന്ന് പോകുന്നത്. ഫ്ളാറ്റിന് തീപിടിച്ചു എന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മോഹിത് അറിയുന്നു. മോഹിത് ഉടനെ തന്നെ പോലീസുകാരോടൊപ്പം ഫ്ളാറ്റിലേക്ക് എത്തുകയാണ്. ഫ്ളാറ്റിലേക്ക് എത്തുന്ന സമയത്താണ് ഫ്ളാറ്റിൽ തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് അലാറം അടിച്ചതെന്നും ആർക്കും അറിയത്തില്ല. സത്യത്തിൽ ദേവകിയുടെ ഒരു ട്രിക്കായിരുന്നു അത്. എന്നാൽ ഫ്ളാറ്റിലേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ ഫ്ളാറ്റ് മുഴുവൻ പരിശോധിക്കുന്നു. എന്തിനാ ഫ്ളാറ്റ് പരിശോധിക്കുന്നതെന്നൊക്കെ മോഹിത് ചോദിക്കുമ്പോഴും അതൊന്നും കേൾക്കുവാനായിട്ട് ഉദ്യോഗസ്ഥൻ കൂട്ടാക്കിയതേയില്ല. അപ്പോൾ അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ നിന്നും കുറേ ആപ്പിളുകൾ കിട്ടുന്നു. നീ എന്തിനാ ഇത്രയും ആപ്പിളുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു. ഏയ് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ മോഹിത് പറയും. അതേസമയം മോഹിത്തിന്റെ സിസ്റ്റം അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ആപ്പിളിന്റെ വിത്ത് കൊണ്ട് ഒരാളെ എങ്ങനെ കൊല്ലാമെന്നൊക്കെ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെല്ലാം കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ആ ഒരു പയ്യന് ആപ്പിൾ സീഡ് പൊടിച്ചു കൊടുത്തത് ഇവനാണെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലാകുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ നിന്നും ചെറിയൊരു കണ്ണട കിട്ടുന്നു. അപ്പോഴേക്കും പോലീസ് ഉദ്യോഗസ്ഥന് എന്തൊക്കെയോ ചെറിയ സംശയം തോന്നുകയാണ്. എന്നാൽ അതേസമയം ആര്യയുടെ റൂമിലേക്ക് എത്തുകയാണ് ദേവകി. ആര്യ റൂമിൽ കാണുന്നില്ല. ബാത്റൂമിൽ നിന്നും അവളുടെ കരച്ചിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നു. തന്റെ ദേഹം മുഴുവൻ തേച്ചുരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആര്യ. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകൾ അതിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യം ദേവകിക്ക് നന്നായിട്ട് മനസ്സിലായി. ദേവകി ഉടനെ തന്നെ മോഹിത്തിന്റെ കസിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. നിങ്ങൾ അന്നേ ദിവസം രാത്രി എന്റെ മകളോട് ചെയ്ത ക്രൂരതയ്ക്ക് അവൾ ഇന്നും ഓരോ രാത്രിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നിന്നേക്ക് ഞാൻ അനുഭവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആപ്പിൾ എടുത്ത് കട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്താ അവളോട് പറഞ്ഞത്? വിളിയടി നിന്റെ അമ്മയെന്നല്ലേ? അവളുടെ അമ്മ വന്നടാ എന്ന് പറഞ്ഞിട്ട് അവനെ വിരട്ടുകയാണ്. അത് കാണുന്ന കസിനാണെങ്കിലോ വല്ലാതെ ബഹളം വെക്കുന്നു. അവന് സംസാരിക്കുവാനോ ഒന്നും കഴിയത്തേയില്ല. ശരീരം അനക്കുവാനും അധികം കഴിയത്തില്ല. വല്ലാതെ അമറിക്കൊണ്ടിരിക്കുന്നത് കേട്ട് നഴ്സ് അവിടേക്ക് വരും. അയ്യോ, ഇവൻ എന്തോ എന്നോട് പറയാൻ ശ്രമിക്കുകയെന്ന് ദേവകി പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. മോഹിത്തിനും മോഹിത്തിന്റെ കസിനും സംഭവിച്ച കാര്യമെല്ലാം ആര്യ അറിയുകയാണ്. ആര്യയുടെ കൂട്ടുകാരി അവൾക്കത് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുത്തു. അതോടെ ആര്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ജോലിക്ക് പോകുവാനായി ഇറങ്ങുന്ന ആനന്ദിന് ആര്യ മെസ്സേജ് അയക്കും. നമുക്ക് വെക്കേഷന് കാശ്മീരിൽ പോകാമെന്ന്. ആര്യയുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരിലേക്ക് പോകാമെന്ന് എത്ര തന്നെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടും അന്ന് ആര്യ കേൾക്കുവാനായി കൂട്ടാക്കിയതേയില്ല. എന്നാൽ ഇപ്പോൾ ആര്യയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആര്യ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞത്. ആനന്ദിനും ഒരുപാട് സന്തോഷമാകുന്നു. അന്നേ ദിവസം തന്റെ ഇളയ മകളെ സ്കൂളിലാക്കിയിട്ട് വരികയായിരുന്നു ദേവകി. കാറിലേക്ക് കയറുവാനായി ഒരുങ്ങുന്ന സമയത്ത് ദേവകിക്കടുത്ത് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് ഫയലിൽ ഒന്ന് ഒപ്പിട്ട് തരുവാനായി ആവശ്യപ്പെടുന്നു. ദേവകി ഒപ്പിടുവാനായിട്ട് തന്റെ ബാഗിൽ കണ്ണാടി തപ്പുന്ന സമയത്ത് ദേ ഇതല്ലേ നോക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചുകൊണ്ട് ദേവകിയുടെ കണ്ണാടി എടുത്ത് കാണിക്കുന്നു. ആ ഒരു കണ്ണാടിയെന്ന് മോഹിത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയതാണ്. അല്ല, എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേവകി തന്റെ ബാഗിൽ നിന്നും മറ്റൊരു കണ്ണാടി എടുത്ത് വെക്കുകയാണ്. ദേവകിയെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ആരെയാണ് തേടുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അയാളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അവൻ പേരുകേട്ട ക്രിമിനലാണ്. നിങ്ങൾക്ക് 2 പെൺമക്കളാണുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതിന് ഞാനെന്തിനു സൂക്ഷിക്കണം? ഞാനതിനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് ദേവകി പറയുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു തെളിവുകളും ഞങ്ങളുടെ കൈവശമില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ അതെല്ലാം സംഘടിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരും, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെയാണ് ദേവകി അവിടെ നിന്ന് പോകുന്നത്. ദേവകിയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലില്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ സംശയം തോന്നി എന്നുള്ള കാര്യം ദേവകിക്ക് മനസ്സിലായി. ആ ഒരു ടെൻഷനിലാണ് ദേവകി അവിടെ നിന്ന് പോകുന്നത്. ദേവകി നേരെ എത്തിയിരിക്കുന്നത് ആ ഒരു ഡിറ്റക്റ്റീവിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഡിറ്റക്റ്റീവിനോട് പോലീസിന് തന്നെ സംശയമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ദേവകി പറയുന്നു. മാത്രവുമല്ല, ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ആ അടുത്ത ആളിനെ അന്വേഷിച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ പേരുകേട്ട ക്രിമിനലാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. അവനിപ്പോൾ എവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറയാമെന്നും ഡിറ്റക്റ്റീവ് പറയുന്നു. എന്നാൽ ദേവകിയാണെങ്കിലോ ഇതുവരെയും തന്നെ സഹായിച്ചതിന് ഡിറ്റക്റ്റീവിനോട് നന്ദി പറയുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മറ്റൊരു വശത്തു നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ദേവകിയും ഡിറ്റക്റ്റീവും അറിഞ്ഞിട്ടില്ല.
തിരികെ പോകുവാനായി ഒരുങ്ങുന്ന ഡിറ്റക്റ്റീവിന്റെ വണ്ടിയുടെ പിറകിലേക്ക് കയറിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നിട്ട് ഡിറ്റക്റ്റീവിനെ അവിടെ നിന്നും നേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഡിറ്റക്റ്റീവിനെ ചോദ്യം ചെയ്യുകയാണ്. ആ സ്ത്രീയും നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും ചേർന്നല്ലേ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് സ്ത്രീ എനിക്കറിയില്ല എന്നൊക്കെ ഡിറ്റക്റ്റീവ് പറയുന്നു. എന്നാൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഡിറ്റക്റ്റീവിനെ വല്ലാതെ വിരട്ടുന്ന സമയത്താണ് അവിടേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥൻ വരുന്നത്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ അതൊരു കേസ് സംബന്ധമായി ഒരാളെ ഞാൻ ചോദ്യം ചെയ്യുകയാണെന്ന് പറയുന്നു. ഉടനെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇപ്പോൾ നടന്ന ഈ ഒരു കേസുകളിലെ അതിനെല്ലാത്തിനും പിന്നിൽ ആ ഒരു കുട്ടിയുടെ അമ്മ തന്നെയാണ്. ആരാ ആ ഒരു റേപ്പിനിരയായ പെൺകുട്ടിയുടെ അമ്മയോ? അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. മീഡിയക്കാരൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. നിങ്ങൾക്ക് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് കേസ് വേണോ? എന്റെ ഓഫീസിൽ ഇഷ്ടം പോലെയുണ്ട്. അവിടേക്ക് വന്ന് കേസെടുത്ത് അന്വേഷിക്ക്. അല്ലാതെ ഈ ഒരു കേസിന് നിങ്ങൾ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ പോകുന്നത്. എന്നാൽ ഈ ഒരു കേസ് അന്വേഷിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനസ്സൊന്നും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ലായിരുന്നു. അയാൾ ഇത് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്നും തീരുമാനിക്കുകയാണ്. മറ്റൊരു വശത്ത് ആ ഒരു നാലാമത്തെ ആളിനെ കാണിക്കുന്നു. അയാളാണെങ്കിലോ നേരെ വന്നിരിക്കുന്നത് മോഹിത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് ജയിലിലേക്കാണ്. നീ നിന്റെ അണ്ണനെ തന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നോടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്തിന് എന്റെ ചേട്ടന് സൈനൈഡ് കൊടുക്കണമെന്നായിരുന്നു മോഹിത്ത് പറഞ്ഞത്. ആകെ വയ്യ, ക്ഷീണിച്ചിരിക്കുകയാണ് മോഹിത്ത്. നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ആ പെൺകുട്ടിയെ നമ്മൾ എങ്ങനെ റേപ്പ് ചെയ്തോ അതുപോലെ തന്നെ ഇവിടെ ഒരുത്തൻ എന്നെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറക്കണമെന്ന് നാലാമനോട് പറയുന്നു. എന്നാൽ അവനാണെങ്കിൽ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതല്ലാതെ മോഹിത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്തതേയില്ല. നാലാമൻ നേരെ എത്തുന്നത് മോഹിത്തിന്റെ കസിനെ കാണുവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കാണ്. ആരാ നിന്നോട് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ മമ്മെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നിട്ട് അവൻ മരണപ്പെട്ടു പോയി. അതോടുകൂടി ആരാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം നാലാമന് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെ ഇനി വെച്ചേക്കണ്ട എന്ന് അവൻ തീരുമാനിക്കുന്നു. നേരെ എത്തുന്നത് നമ്മുടെ ദേവകിയുടെ വീട്ടിലേക്കാണ്. അവിടെ വരുമ്പോൾ വീട്ടിൽ ആരും തന്നെയില്ല. സെക്യൂരിറ്റി ഉടനെ തന്നെ അയാൾക്കടുത്തേക്ക് വന്നിട്ട്, ആരാ നിങ്ങൾ? എങ്ങനെയാ അതിനകത്തേക്ക് കടന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ കാശ്മീരിൽ പോയിരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡിറ്റക്റ്റീവ് അവിടെ നിൽക്കുന്ന കാര്യം നാലാമൻ ശ്രദ്ധിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഒന്നും അറിയാത്തതുപോലെ തന്നെ തന്റെ ഓഫീസിലേക്കും എത്തുന്നു. എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം ദേവകിയെ വിളിച്ച് നാലാമനെ കണ്ട കാര്യം പറയുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു കോള് പോകാതിരിക്കുന്നത്. അതേസമയം അവിടേക്ക് ആ ഒരു നാലാമനും വരികയാണ്. അവൾ എവിടെയാ പോയിരിക്കുന്നതെന്ന് ഡിറ്റക്റ്റീവിനോട് ചോദിക്കുമ്പോൾ ആര്? എനിക്കറിയില്ല എന്ന് ഡിറ്റക്റ്റീവ് പറയുന്നു. ഡിറ്റക്റ്റീവിനെ അവിടെ ഇട്ട് ഒരുപാട് തല്ലുകയാണ്. അതിനുശേഷം അയാളുടെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് നേരെ അയാൾ അവസാനമായി കോൾ ചെയ്ത ആ ഒരു നമ്പറിലേക്ക് വീണ്ടും കോൾ ചെയ്യുന്നു. അതൊരു റിസോർട്ടിലെ നമ്പറായിരുന്നു. ആ ഒരു റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിക്കുകയാണ് നാലാമൻ. എന്നാൽ ആ ഒരു ഡിറ്റക്റ്റീവ് പറയുന്നത്, നീ അവരുടെ കൺമുന്നിൽ ചെന്ന് പെടാതിരിക്കുന്നതാ നല്ലത്. കൺമുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് മരണം ഉറപ്പാണെന്നും ഡിറ്റക്റ്റീവ് പറയുന്നു. അത് കേട്ടതും നാലാമന് വല്ലാതെ ദേഷ്യം വരും. ഉടനെ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തും. പോകുന്ന സമയത്ത് CC ക്യാമറ എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആരാണ് കൊന്നതെന്ന് കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. എന്നാൽ അതേസമയം ഡിറ്റക്റ്റീവ് തന്റെ കണ്ണാടി അവിടെ ഊരി വെച്ചിരിക്കുകയായിരുന്നു. ആ കണ്ണാടിയിൽ നിന്നും ചെറിയ പ്രകാശം വരുന്നത് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. കണ്ണാടി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് വെറും കണ്ണാടിയായിരുന്നില്ല, അതിൽ ക്യാമറയുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും ഡിറ്റക്റ്റീവ് എവിടെ പോയി ആരെയൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡായിട്ടുണ്ട്. അതിൽ ദേവകിയുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും മാത്രവുമല്ല ഡിറ്റക്റ്റീവിനെ ആ ഒരു നാലാമൻ കൊല ചെയ്യുന്ന വീഡിയോയും എല്ലാം ഉണ്ടായിരുന്നു. മാത്രവുമല്ല അയാൾ ഇനി എവിടേക്കാണ് പോയിരിക്കുന്നതെന്നും പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായി. അതെല്ലാം കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ആകെ സങ്കടമാവുകയാണ്. മറ്റൊരു വശത്ത് ദേവകിയും കുടുംബത്തെയും കാണിക്കുന്നു. എല്ലാവരും കാശ്മീരിൽ വന്ന് അടിച്ചു പൊളിക്കുകയാണ്. അവരുടെ സങ്കടമെല്ലാം ഏകദേശം മാറി വരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അതേസമയം അവർ റിസോർട്ടിലേക്ക് എത്തുന്ന സമയത്ത് റിസോർട്ടിൽ കറണ്ട് പോവുകയാണ്. എന്താണ് പറ്റിയെന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് ആനന്ദ് പോകുന്നുണ്ട്. എന്നാൽ ആനന്ദ് പവർ കട്ടായതെന്തെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരോ ഒയർ കട്ട് ചെയ്തതാണെന്ന് ആനന്ദിന് മനസ്സിലായി. അതേസമയം ആരോ അവിടുത്തെ സെക്യൂരിറ്റിയെ മടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. അപ്പോഴേക്കും നാലാമൻ അവിടേക്ക് വരികയാണ്. നാലാമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണുപയോഗിച്ച് ആനന്ദിനെ ഷൂട്ട് ചെയ്യുന്നു. ആനന്ദ് താഴേക്ക് വീഴുകയാണ്. റൂമിലേക്ക് എത്തി ഡ്രസ്സ് മാറുവാനായി നിൽക്കുന്ന ആര്യയ്ക്ക് മുന്നിലേക്ക് നാലാമൻ വരികയാണ്. അയാളെ കണ്ടതും ആര്യ അലറി വിളിക്കുന്നു. അപ്പോഴേക്കും ദേവകിയും അവിടെ എത്തിയിരുന്നു.
ദേവകി അയാളെ തടയുവാനായി നോക്കും. എന്നിട്ട് ആര്യയോട് ഓടി രക്ഷപ്പെടുവാനായിട്ടും പറയുന്നു. പക്ഷേ അയാളാണെങ്കിലോ ദേവകിയുടെ മുഖത്ത് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ട് അതുകൊണ്ട് അവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുവാനായും ശ്രമിക്കും. ദേവകിയുടെ ബോധവും നഷ്ടമാവുകയാണ്. ദേവകിയുടെ ബോധം പോയി എന്ന് ഉറപ്പുവരുത്തിയ അയാളാണെങ്കിൽ നേരെ ആര്യയുടെ പിന്നാലെ പോകുന്നു. ഒരു ഘട്ടത്തിൽ ആര്യ എവിടെയാണ് പോയതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ദേവകിക്ക് ബോധം വന്നിരുന്നു. ദേവകി അവിടെ നിന്നും എഴുന്നേറ്റ് ആര്യ എന്ന് വിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്നാൽ ആര്യയും കാണുന്നില്ല, നാലാമനെയും കാണുന്നില്ല. ദേവകി വല്ലാതെ അലറിക്കരയുന്നു. അപ്പോഴേക്കും ദേവകിയുടെ പിന്നാലെ വന്ന നാലാമനാണെങ്കിൽ വലിയൊരു കമ്പെടുത്ത് അവരുടെ തലക്കടിച്ച് വീഴ്ത്തുകയാണ്. വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ദേവകി അവസാനം കൊല്ലുമെന്നാകുന്ന സമയത്ത് അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനെയും നാലാമൻ തല്ലുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഗണ്ണ് കിട്ടുകയാണ്. മാത്രമല്ല നാലാമൻ കൊണ്ടുവന്ന ആ ഒരു ഗണ്ണില്ലേ, അത് ദേവകിയുടെ കയ്യിലും കിട്ടുന്നു. രണ്ടുപേരും നാലാമനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. ദേവകിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് 2 മക്കളുണ്ട്. നിങ്ങൾ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ഇവനെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. അവന് ശിക്ഷ ഞങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ, എന്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാനാ? ഇനി എന്ത് ചെയ്താലും അവനക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. എന്റെ മകൾ അനുഭവിച്ചത് അവൾ അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കണ്ടേ? ആ ഒരു ട്രോമയിൽ നിന്നും ഒരിക്കലും അവൾക്ക് പുറത്തു വരാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് ദേവകി കരയുന്നത്. അത് കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സലിയുന്നു. ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ദേവകിയുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുവാനായി പറയുകയാണ്. എടോ പോലീസേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നാലാമൻ ചോദിക്കുന്നു. ദേവകിയോട് ഷൂട്ട് ചെയ്യുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴും ദേവകി വല്ലാതെ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മരത്തിന്റെ പിറകിൽ നിന്നും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആര്യയെ കാണിക്കുന്നത്. അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആര്യ കേട്ടിരുന്നു. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥൻ ദേവകിയോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇത്രയും ചെയ്തത് നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന്. അതോടുകൂടി ആര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ദേവകി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതെന്നും തന്നെ ദ്രോഹിച്ചവരെ ഓരോരുത്തരെയായിട്ട് നശിപ്പിച്ചത് തന്റെ അമ്മയാണെന്നുള്ള കാര്യവും ആര്യയ്ക്ക് മനസ്സിലായി. ആര്യ ഉടനെ തന്നെ ആ ഒരു മരത്തിന് പിറകിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അമ്മ എന്ന് വിളിക്കുന്നു. അത് കേട്ടതും ദേവകി പെട്ടെന്ന് സ്റ്റക്കായി പോവുകയും അവളുടെ കയ്യിലിരുന്ന ഗണ്ണുപയോഗിച്ച് ആ നാലാമനെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല. ദേവകി ആ ഒരു വിളി കേട്ടതും ദേവകി നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ദേവകിക്കടുത്തേക്ക് ആര്യ ഓടി വരികയാണ്. ആര്യയെ കെട്ടിപ്പിടിച്ച് ദേവകി കരയുന്നു. അമ്മ, സോറി അമ്മ എന്ന് പറഞ്ഞാണ് ആര്യ കരയുന്നത്. ആര്യയ്ക്ക് ഒരുപാട് ഉമ്മ കൊടുക്കുകയാണ് ദേവകി. അതോടുകൂടി അമ്മയുടെയും മകളുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും